നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കണം. കായംകുളം, അരൂർ, കുട്ടനാട് സീറ്റുകളിൽ CPM മത്സരിക്കണം. ഈഴവരെ ഒറ്റ സീറ്റിൽ ആലപ്പുഴയിൽ ഒതുക്കുന്നത് ശരിയല്ല. കുട്ടനാട് NCPക്ക് തുടർന്ന് നൽകുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. NCP എന്ന സാധനം കുട്ടനാട്ടിലില്ല. അരൂർ ഈഴവ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ്. ലത്തീൻ വിഭാഗത്തിന് സീറ്റ് നൽകണമെങ്കിൽ എറണാകുളം ജില്ലയിൽ നൽകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ അരൂരും കുട്ടനാടും അത് ഈഴവ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഈഴവ സമുദായത്തിനെ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തിനുണ്ട്. അവർക്ക് ആ സീറ്റ് കൊടുക്കണം. കാരണം സമുദായത്തിൽ നിന്ന് ഒരൊറ്റ സീറ്റ് എന്നുള്ളൂ ഇവിടെ കായംകുളം മാത്രമാണ്. ആലപ്പുഴ ജില്ലയിൽ സമുദായത്തിൻ്റെ ഒരുപാട് നേതാക്കന്മാരും അണികളുമുള്ള ഈ ജില്ലയിൽ സമുദായത്തിന് ഒറ്റ സീറ്റിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ്. കുട്ടനാട് NCPക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആദ്യം ഒരാൾക്ക് കൊടുത്തു പോട്ടെ, പക്ഷെ തുടർന്ന് അവർക്ക് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാം. അവർക്ക് കൊടുക്കുക എന്ത് ന്യായം? ഒരുപാട് ഔദാര്യം, പ്രത്യേകിച്ചും പിണറായി ഗവൺമെൻറ്റിൽ ഘടകകക്ഷികളോട് ഇത്തരം ഔദാര്യം കാണിക്കുന്ന ഒരു സമീപനം വേറെ ഒരു ഗവൺമെൻറ് കാണിച്ചിട്ടില്ല. കാരണം ഒരു MLA ആയാൽ അവന് മന്ത്രി, എല്ലാവർക്കും വേണ്ടത്ര പരിഗണനയും പരീക്ഷയും കൊടുക്കുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനങ്ങളും എല്ലാം കൊടുക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾക്കുള്ളതിനാണ് എടുത്തു കൊടുക്കുന്നത്. NCP എന്നൊരു സാധനം കുട്ടനാട്ടിലില്ല. പങ്കിട്ടപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ എന്തിന് കുട്ടനാട്ടിൽ കൊടുത്ത്? ഈ സമുദായത്തിന് ലഭിക്കേണ്ട ന്യായമായ അവകാശമാണ്. അവിടുത്തെ സീറ്റ് സമുദായത്തിന് കൊടുക്കണം. അതുകൊണ്ട് അരൂരത്ത് CPM ഏറ്റെടുക്കണം. അവിടെ CPM ഏറ്റെടുത്ത് സമുദായത്തിന് കൊടുക്കണം. കുട്ടനാട് സീറ്റും അരൂർ സീറ്റും. ഈഴവ പ്രാതിനിധ്യം വേണം, കൂടുതൽ വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കായംകുളവും അരൂരും CPM ഏറ്റെടുക്കണമെന്നുള്ളൊരു ആവശ്യം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF വീണ്ടും വരും, പിണറായിക്ക് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കൂടിയാണ് ഏത് തരത്തിലുള്ള ഒരു സമ്മർദ്ദമാണ് SNDP ചെലുത്താൻ ഉള്ള നീക്കം നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടെ വരുന്നു. ശരണ്യ സ്നേഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് SNDP പ്രമേയം പാസാക്കുക, യോഗത്തിൽ പറയുക, വെള്ളാപ്പള്ളി പലപ്പോഴും ആവർത്തിക്കുന്ന കാര്യമാണ് ഈഴവരെ വെട്ടി നിരത്തുകയാണ്. അതിൽ രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ പലതവണ ഉയർന്നു വന്നിട്ടുമുണ്ട്. ഇപ്പോൾ CPMന്റെ മുന്നിലേക്ക് വെക്കുന്നത് അത് CPMൽ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അല്ലെങ്കിൽ മുന്നണിക്കകത്തൊരു വലിയ വിഷയമൊക്കെ ഉയർത്താൻ കഴിവുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഈ രീതിയിൽ കായംകുളം ഏറ്റെടുക്കണം, അരൂർ ഏറ്റെടുക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി പറയുമ്പോൾ അതൊരു സമ്മർദ്ദത്തിന്റെ ഭാഷയിൽ കൂടിയാണോ? അപർണ, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും അധികം ഈഴവ വോട്ടുകളുള്ള 3 മണ്ഡലങ്ങളാണ്. ഒന്ന് കായംകുളം, ഒപ്പം തന്നെ കുട്ടനാട്, അരൂർ. ഈ 3 ഇടങ്ങളിൽ ഈ കായംകുളം മണ്ഡലത്തിൽ മാത്രമാണ് ഒരു ഈഴവ പ്രാതിനിധ്യം കൊടുക്കുകയും ഒപ്പം തന്നെ ഈഴവ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ളൊരു സീറ്റ് പരിഗണിക്കുകയും ചെയ്യുന്ന സ്ഥലം CPM നൽകുന്നത് അത് കായംകുളത്താണ്. എന്നാൽ കായംകുളം അല്ലാതെ കുട്ടനാട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമായി ഇടതുപക്ഷത്തിന്റെ മുന്നിൽ, പ്രത്യേകിച്ച് CPMന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ ആഗ്രഹം ജില്ലയിലെ CPM നേതൃത്വത്തിന്റെ കൂടി ആഗ്രഹമാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം പല തവണയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ തോമസ് ചാണ്ടിക്ക് ശേഷം തോമസ് ചാണ്ടിയോടുള്ള ഒരു പരിഗണന തോമസ് കെ തോമസിനോട് വേണോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഉയർന്നു വന്നതാണ്. അത്തരത്തിൽ മറ്റ് തോമസ് ചാണ്ടിയുടെ അനുഭവ പരിചയമോ രാഷ്ട്രീയ പരിചയമോ ഇല്ലാത്ത തോമസ് കെ തോമസിനെ മത്സരത്തിലേക്ക് ഇറക്കുന്നത് അത് ശരിയായ രീതിയല്ല എന്ന് ആദ്യ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അത് കർഷക തൊഴിലാളികളുള്ള CPMന് വളരെയധികം വേരുകളുള്ള ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു ഇടം കൂടിയാണ്. അവിടെ ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും വോട്ട് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്, ജനങ്ങളാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ മറ്റൊരു രീതിയിലുള്ള ഒരു മുന്നണി എന്നുള്ള രീതിയിൽ ഒരു തവണ തോമസ് കെ തോമസിന് നൽകി ഇനിയും അത് തുടർന്നുകൊണ്ട് പോകുന്ന
നടക്കുന്നത് ജനാധിപത്യ രീതിയല്ല എന്ന ജില്ലയിലെ CPM നേതൃത്വത്തിൻ്റെ അഭിപ്രായം കൂടിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനിലൂടെയും പുറത്തു വന്നിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ CPM ജില്ലാ സമ്മേളനത്തിൽ തന്നെ കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആവശ്യം സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ മുന്നണി മര്യാദ എന്നുള്ള കാര്യമുണ്ട്. മുന്നണി എന്നുള്ള രീതിയിൽ കുട്ടനാട് സീറ്റ് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത ആവശ്യമില്ല, അത് അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ ആ ഡിസ്കഷന് അന്നേ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ സമ്മേളനത്തിൽ തന്നെ തടയിട്ടിരുന്നു. പക്ഷേ കുട്ടനാടിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ റോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണങ്ങൾ ഒഴികെ അവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഇതുവരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നുണ്ട്. അത് കുട്ടനാടിൻ്റെ ഇത്തവണത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം അത് പ്രതിഫലിക്കുമെന്നാണ് കരുതാൻ കഴിയുക. കാരണം കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി നിലനിൽക്കുന്നു, അടിസ്ഥാന വികസനമില്ല, ഒപ്പം തന്നെ ആശുപത്രികൾ, അത്ര സംവിധാനങ്ങളില്ല, പലയിടങ്ങളും ഇപ്പോഴും റോഡ് മാർഗം എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ കുട്ടനാട് മറ്റൊരു ഇടമായി ആലപ്പുഴയിൽ മാറി നിൽക്കുന്നു. അത് ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു ഇടത്ത് ആണ് ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നത്. അതും NCPയിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചാവണം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് അരൂർ സീറ്റാണ്. അരൂർ സീറ്റ് നിലവിൽ CPM തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ അതിലേക്ക് അരൂർ സീറ്റിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ അത് ദലീമയെ വിമർശിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അക്കാര്യം പറഞ്ഞത്. അതായത് പള്ളിയിൽ പാട്ടുപാടും എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയുമായി എന്ത് ബന്ധമെന്നുള്ള ചോദ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉയർത്തിയ ചോദ്യം. അതായത് പള്ളിയിൽ പാട്ടുപാടുന്ന ആൾ അത്തരത്തിൽ ജില്ലയിലെ പാർട്ടി നേതൃത്വവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് സീറ്റ് നൽകുന്നത് എന്തിനാണ്? അത് ഈ പ്രത്യേകിച്ച് അരൂർ മണ്ഡലം എന്ന് പറയുന്നത് ഈഴവ പ്രാതിനിധ്യം വളരെയധികം ഉള്ളൊരിടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈഴവ ആളുകളെ പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അത്തരമൊരു സമ്മർദ്ദത്തിലേക്ക് അവർ പോകുമോ എന്നുള്ളതും നോക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ അരൂർ സീറ്റ് CPMലെ തന്നെ ഈഴവ നേതാക്കന്മാർ പലരുണ്ട്. അവരിൽ ആരെയെങ്കിലും, ജില്ലയിലെ നേതാക്കന്മാരെ ആരെയെങ്കിലും അവിടെ പരിഗണിക്കണം. അരൂർ തുടർച്ചയായി ഇത്രയധികം ഈഴവ പ്രാതിനിധ്യമുള്ള വോട്ടുകളുള്ള ജില്ലയിൽ ആകെ കായംകുളം എന്നുള്ള സീറ്റ് മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. അതുപോരാ, അരൂരും കായംകുളവും കുട്ടനാടും ഒരുപോലെ ആ രീതിയിലുള്ള പരിഗണന നൽകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ കുട്ടനാട് സീറ്റ് നൽകുന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ ഇപ്പോൾ NCPക്ക് തുടർച്ചയായി നൽകുന്നതിനെ സംബന്ധിച്ച് CPMനുള്ളിൽ തന്നെ വളരെ എതിരഭിപ്രായം ഉണ്ട്. പലരും അത് പറയുന്നില്ല, മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നിലവിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നടക്കം ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്, വലിയ കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ആ സീറ്റ് ഈ CPM തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള പുതിയൊരാവശ്യം SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വളരെ സ്ട്രെയിറ്റായി അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം SNDPയോ അല്ലെങ്കിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോ പരസ്യമായി ഉന്നയിച്ചിട്ടില്ല. പല തെരഞ്ഞെടുപ്പുകൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായി ഈ 3 സീറ്റുകളിലേക്ക് ഈഴവ സ്ഥാനാർത്ഥികളെ തന്നെ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം വെള്ളാപ്പള്ളി നടേശൻ്റെതായി മുന്നോട്ട് വരികയാണ്. അപർണ, ശരണ്യ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരണ്യ പറഞ്ഞത് തന്നെ CPMന് പുറത്തു നിൽക്കുന്ന വെള്ളാപ്പള്ളി പറയുന്നത് കുട്ടനാട്ടിലെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ CPM പ്രവർത്തകരുടെയും CPM നേതൃത്വത്തിൻ്റെയും തന്നെ അഭിപ്രായമാണ് എന്നുള്ള ഒരു വിഷയം കൂടി ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല NCPയും. ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്റ്റാൻഡ് സമുദായ സമവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സ്റ്റാൻഡ് ബലപ്പെടുത്താൻ CPMന് കഴിയുകയും ചെയ്യും. ഇത് NCP നേരത്തെ ഇതേത് തരത്തിൽ തടയിടാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ ഒരു വിലയിരുത്തൽ കൂടി നമുക്ക് ഈ സമയത്ത് വേണ്ടതല്ലേ? അതിൽ തന്നെ NCPയെ സംബന്ധിച്ചിടത്തോളം NCP ആലപ്പുഴ ജില്ലയിൽ ഏറെക്കുറെ ഛിന്നഭിന്നമായ ഒരു അവസ്ഥ തന്നെയാണെന്ന് പറയാം. കാരണം അവരുടെ നേതൃതലത്തിലുള്ള തർക്കം തോമസ് കെ തോമസ് വിഭാഗവും എതിർപക്ഷവും ചേർന്നുള്ള തർക്കങ്ങളൊക്കെ വലിയ രീതിയിൽ നിൽക്കുന്നു. മാത്രമല്ല അവരുടെ പല കമ്മിറ്റികളിലും ഭാരവാഹികൾ തങ്ങളാണെന്ന് പറഞ്ഞ് പരസ്യമായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം NCPയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ബാധ്യതയായി ആ സംവിധാനം നിലനിൽക്കുന്നു എന്നുള്ള അഭിപ്രായം കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു
വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആലപ്പുഴ ജില്ലാ CPM ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഈ വിഷയം ഉയർന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നടന്ന സംഘടനാ ചർച്ചയ്ക്കും മേൽ ഈ സംഭവങ്ങൾ വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ അല്ല, തോമസ് ചാണ്ടിക്ക് നൽകിയ ഒരു കമ്മിറ്റ്മെന്റിന് മേൽ ഇത്തരത്തിലൊരു കാര്യത്തെ തുടർന്നു കൊണ്ടുപോകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ സൂചിപ്പിച്ച വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഏറെ വേരോട്ടമുള്ള മണ്ണായ കുട്ടനാട്ടിൽ അവിടെ ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അവിടുത്തെ പാർട്ടി വോട്ട് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അത് ഇപ്പോൾ മറ്റൊരു രീതിയിലുള്ള ഒരു അവമതിപ്പ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്, അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതൃപ്തി പ്രകടമാണ്. നമുക്കറിയാം കുറേ അധികം ആളുകൾ, സംഘടനാ പ്രശ്നങ്ങൾ വളരെയധികം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട്. ഒപ്പം തന്നെ കുറേ അധികം ആളുകൾ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ കൊഴിഞ്ഞുപോക്ക CPM അവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരു പാർലമെന്ററി രംഗത്ത് ഒരു CPM പ്രതിനിധി ഇല്ല എന്നുള്ളത് വളരെ പ്രധാനമായൊരു പ്രശ്നമായി അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തെ കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഇത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടാക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം BDJS ഒക്കെ മത്സരിച്ചിരുന്ന കാലത്ത് ആദ്യമായി BDJS മത്സരിച്ചപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വോട്ട് BJPക്ക് അല്ലെങ്കിൽ NDA നേടിയെടുത്തൊരു മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു കുട്ടനാട്. അപ്പോൾ അത്രയധികം ഈഴവ വോട്ടുകൾ അവിടെ ഉള്ള ഒരു സ്ഥലമാണ് കുട്ടനാട് എന്നുള്ളതാണ്. അവിടെയാണ് സമുദായ നേതാവ് കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു അഭിപ്രായം വെക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല മണ്ഡലങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ വേണം. കാരണം ഈ കഴിഞ്ഞ ഒരു 5 വർഷക്കാലമല്ല അതിന് മുൻപുള്ള, അതായത് പിണറായി സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെയധികം പിണറായി വിജയനുമായി ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ ഒരുമിച്ചൊരു വാഹനത്തിൽ വന്ന് ഇറങ്ങുന്ന അത്രയും അടുപ്പം വെച്ച് പുലർത്തുന്ന 2 പേരാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം NCPക്ക് തുടർന്ന് നൽകണമെന്നാണെങ്കിൽ പോലും അതിൽ നിന്ന് വിഭിന്നമായി അങ്ങനെയല്ല നൽകേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നു എന്നുള്ളതാണ്. അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇനി ഏതാനും നാളുകൾ മാത്രം ഉള്ളൂ. ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ട കാര്യമേ ഉള്ളൂ. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലൊരു അഭിപ്രായം വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും? ആ വെള്ളാപ്പള്ളി നടേശൻ്റെതായ അഭിപ്രായം വീണ്ടും CPM സംസ്ഥാന നേതൃത്വത്തിന് മേൽ ആലപ്പുഴയിലെ ജില്ലയിലെ പാർട്ടി സമ്മർദ്ദതന്ത്രമായി വെക്കുമോ എന്നുള്ളതൊക്കെയാണ്. കായംകുളവുമായി ബന്ധപ്പെട്ടും വെള്ളാപ്പള്ളി എടുക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. അതിനൊപ്പമാണ് സുധാകരനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളൊരു നിലപാടും എടുക്കുന്നത്. കായംകുളത്ത് CPM-നകത്തുണ്ടാകുന്ന ആഭ്യന്തര തർക്കങ്ങളടക്കം കൂടി പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടുകൂടി ഒക്കെയാണോ വെള്ളാപ്പള്ളി ഇത് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ CPM നേതൃത്വം വളരെ കൃത്യമായി വിവരങ്ങൾ പങ്കുവയ്ക്കുകയും അഭിപ്രായങ്ങൾ തേടുകയും മറിച്ച് സംസ്ഥാന നേതൃത്വത്തോട് ഇടപെടൽ നടത്തുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം അരൂർ സീറ്റ് മനൂസി പുളിക്കൽ മത്സരിക്കുന്ന സമയത്ത് പോലും അരൂർ സീറ്റിനെ സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നേരിട്ട് വെള്ളാപ്പള്ളി നടേശനോട് അരൂർ സീറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള അഭിപ്രായം തേടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അഭിപ്രായം തേടുകയും ഒപ്പം തന്നെ ആ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബന്ധം ആലപ്പുഴയിലെ CPM നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വെള്ളാപ്പള്ളി നടേശനുമായി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ആലപ്പുഴയിലെ രാഷ്ട്രീയമല്ല, സംസ്ഥാനത്തെ രാഷ്ട്രീയം മുഴുവൻ നിരീക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ ആലപ്പുഴയിലെ രാഷ്ട്രീയം ഇഴകീറി പരിശോധിക്കുകയും ഇഴകീറി അറിയുകയും ചെയ്യുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. അതിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് കൃത്യമായ അടുപ്പവും അദ്ദേഹം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുധാകരന്റെ വിഷയം നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ നിരീക്ഷണം വളരെ കൃത്യമാണ്. അതായത് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ സുധാകരനെ ദുഃഖിപ്പിച്ച് നിർത്തിക്കൊണ്ട് ആലപ്പുഴയിലെ CPM മുന്നോട്ട് പോകുന്നത് അവർക്ക് ഗുണകരമല്ല എന്നുള്ള കൃത്യമായ റീഡിംഗ് ആണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ വിഷയങ്ങൾ പരിഹരിച്ചു പോകണം. സുധാകരനെ പാർലമെന്ററി രംഗത്തേക്ക് വീണ്ടും കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമല്ല ഉന്നയിക്കുന്നത്. മറിച്ച് സുധാകരനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആലപ്പുഴയിലെ പാർട്ടിയിലെ കാര്യങ്ങൾ പരിഗണിക്കണം. ആ ഒരു വിശ്വാസത്തിലെടുക്കലോ പരിഗണനയോ നൽകാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് സുധാകരൻ ഇപ്പോഴും ആലപ്പുഴയിൽ വളരെയധികം വേരുകളുള്ള നേതാവാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ജനപ്രിയൻ എന്നുള്ള ഒരു
ഇമേജുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും മറ്റൊരു തരത്തിൽ CPM-ന് അത് തിരിച്ചടിയായി മാറും. അല്ലെങ്കിൽ ഈ ഉൾപാർട്ടി പോരിന്റെ ഫലമായി പ്രാദേശികമായി അദ്ദേഹത്തിനെ ഒതുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രകോപനപരമായ നടപടികൾ മൊത്തത്തിൽ CPM-നെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് എത്തും. അത് ശരിയല്ല, അത് ഗുണകരമല്ല എന്നുള്ളതാണ്. ജി സുധാകരനെയും വളരെ നന്നായി അറിയാവുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. ഈ ഒരു ഇന്റേണൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു തർക്കം, ആ പ്രകോപനങ്ങൾ, അതിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ പല രീതിയിൽ CPM-നെ ബാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അത് കൃത്യമായ ഒരു അസസ്മെന്റ് കൂടിയാണ്. ആ രീതിയിൽ ഇത് പരിഹരിച്ചു പോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ CPM-ന് അത് തലവേദന സൃഷ്ടിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്. അതിൽ തന്നെ ആലപ്പുഴയിലെ CPM രാഷ്ട്രീയവുമായി വളരെയധികം അടുത്ത ബന്ധമുള്ള ഒരാളാണ്. മറ്റൊന്ന്, ആലപ്പുഴ ജില്ലയിലെ CPM നേതൃത്വം ആഗ്രഹിക്കുന്നത് എന്താണോ കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ച്, അതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. ഞാൻ തിരികെ എത്താം. ശരണ്യ, വെള്ളാപ്പള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്, ജി സുധാകരനെ കൂടി വിശ്വാസത്തിലെടുക്കാതെ പോയാൽ CPM ദുഃഖിക്കേണ്ടി വരും, അതിന്റെ ദോഷം ആലപ്പുഴയിൽ ഉണ്ടാകുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ആലപ്പുഴയിൽ ദുഃഖിപ്പിച്ച് നിർത്തരുത് ജി സുധാകരനെ. ജി സുധാകരൻ വളർത്തിയവരാണ് ഇപ്പോൾ കാലുവാരുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു ശക്തി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സുധാകരൻ സാറിനെയൊന്നും വെറുപ്പിക്കാതെ കൊണ്ടുപോകണം. സുധാകരൻ സാർ ഒരു അപ്രസക്തനായ ഒരാളായിട്ട് കാണരുത്. അദ്ദേഹത്തിന് ഇന്നും വളരെയധികം പേരുകൾ ആലപ്പുഴയുണ്ട്. ആലപ്പുഴയിൽ അദ്ദേഹത്തെ ദുഃഖിപ്പിച്ച് നിർത്തരുത്. അദ്ദേഹത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും അറിയാം. ഒരു ജനപ്രിയനാണ്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നവരാണ് പലരും അദ്ദേഹത്തിനെ കാലുവാരിയത്. അദ്ദേഹത്തെ കൂടെ ഒരു വിശ്വസ്തയിലെടുത്ത് കൊണ്ടുപോകാനുള്ള നയം ആലപ്പുഴ എടുത്തില്ല എങ്കിൽ അതിൻ്റേതായ ചെറിയ ദോഷങ്ങളൊക്കെ ആലപ്പുഴ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അകത്തു നിന്ന് ആ റിപ്പോർട്ട് പുറത്തു പോയി എങ്കിൽ അദ്ദേഹത്തിനെതിരായ ഒരു ശക്തി അതിനകത്തുണ്ടായിരുന്നു എന്നുള്ള നേരെ തന്നെ അത് അവിടെ നിന്നല്ല, എല്ലായിടത്തും പാർട്ടികൾക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പും വഴക്കുമൊക്കെ അധികാരത്തിൻ്റെ പേരിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഒപ്പം കോൺഗ്രസിലും നേതാക്കന്മാരെ വെറുതെ വിടുന്നില്ല വെള്ളാപ്പള്ളി. VD സതീശനെതിരെ വീണ്ടും വിമർശനം ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ പല ഘട്ടങ്ങളിലായി VD സതീശനെ എതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് സതീശൻ ചതയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടവർ നടത്തിയ പ്രസ്താവനകളുടെ മഞ്ഞുരുകുന്നു എന്നുള്ള ചില സൂചനകളൊക്കെ വന്നിട്ട് പോലും അതങ്ങനെയല്ല എന്ന് കൂടി വ്യക്തമാകുകയാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. VD സതീശനൊപ്പം ഒരു മരപ്പെട്ടി പോലും ഇല്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. സതീശന് വിവരം വഴിയെ പോയിട്ടില്ല എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയാണ് പെരുമാറ്റം. പ്രതിപക്ഷ നേതാവായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയ പോലെയാണ്. ആനയായി വന്നിട്ട് എലിയെപ്പോലെ സതീശൻ കഴിയുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കോൺഗ്രസിനകത്ത് ആരാണ് നേതാവ്? ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, സതീശൻ. സതീശൻ എന്ന് പറഞ്ഞാൽ വിവരമെന്ന് പറഞ്ഞാൽ വഴിയെ പോയിട്ടില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചത്. ആരോടൊരു മാന്യവും മര്യാദയായിട്ട് പെരുമാറാൻ അറിയാൻ പാടില്ലാത്തതാണ്. പറിച്ചു കേട്ട താനേതാണ്ട് മുകളിൽ നിന്ന് സ്വർഗരാജ്യത്ത് നിന്ന് ദൈവദൂതനായിട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്ട ആളിനെ കൂട്ടുള്ള വർത്തമാനമാണ്. വന്ന് ഇപ്പോൾ ഒരു മരപ്പെട്ടി പോലും കൂടെ ഇല്ലാത്ത പരുവത്തിലായില്ലേ. അഹങ്കാരം ഒരിക്കലും ഒരു വിനയമാണ് മനുഷ്യർക്ക് വേണ്ടത്. പൊതുപ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും ഇത് വിനയമുണ്ട് അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായതോടുകൂടി ഏതാണ്ട് അമേരിക്കൻ പ്രസിഡൻ്റായ രീതിയാണ് പദവിയും പ്രതാപവും പറച്ചിലും. ഇപ്പോൾ വന്ന് വലിയ ആനയായിട്ട് വന്ന് ഇപ്പോൾ കുഴിയാനയായിട്ട് കിടക്കുക. പിന്നെ കോൺഗ്രസിന് ആരാ ഉള്ളത്? VD സതീശനെ വിമർശിക്കുമ്പോൾ അതേസമയം KC വേണുഗോപാലിന് കൂടുതൽ മാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു വെള്ളാപ്പള്ളി എന്നുള്ളതുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിയാകാൻ UDF-ൽ യോഗ്യത KC വേണുഗോപാലിനാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഏറെക്കാലമായി വേണുഗോപാലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന വെള്ളാപ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ ഈ മറിച്ചുള്ള വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. അനുയായികളുള്ളത് വേണുഗോപാലിനൊപ്പമാണ് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഒരു മലയാളി കോൺഗ്രസിന്റെ രണ്ടാമത്തെ ആളായി വളർന്നതിൽ സന്തോഷം. തർക്കമുണ്ടെങ്കിലും വേണുഗോപാലിന്റെ കഴിവിനെ അഭിനന്ദിക്കാതെ വയ്യ എന്നും വെള്ളാപ്പള്ളി. ഇപ്പോൾ അനുയായിയുള്ളത് വേണുഗോപാലിനാണ്. പുള്ളി ഡൽഹിയിലാണ്. പുള്ളി ഇവിടെ ഇഷ്ടംപോലെ അനുയായികളെ പ്രസൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ മകൻ വിടുവാന്ന് എനിക്ക് സംബന്ധിച്ചതാണ്. സോണിയയുടെ മകനെ ഇയാൾ അവിടെ വേണം പുള്ളിക്ക് പല കാര്യങ്ങൾക്കും. അയാളിപ്പോൾ നേതാവായില്ല. അയാൾ നമുക്ക് എത്ര വന്നാലും ഞാനുമായിട്ട് പല ഗുസ്തി ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിവിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെയുള്ള ഒരു മലയാളി ഡൽഹി ചെന്ന് അവരെല്ലാം കീഴടക്കി
അവരിൽ രണ്ടാമനായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കഴിവല്ലേ. കാരണം ഇന്നത്തെ പരിസ്ഥിതിക്ക് കാരണം കോൺഗ്രസിൻ്റെ സെൻട്രലിലും സ്റ്റേറ്റിലും പിടിമുറുക്കി നിൽക്കുന്ന വേണുഗോപാലിനായിരിക്കും ഇന്ന് സാധ്യത. പിന്നെ ഇതൊക്കെ സാധ്യത പറഞ്ഞാലും കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ട സാധ്യത. വീണ്ടും ശരണ്യ സ്റ്റേഷനിലേക്ക്. ശരണ്യ, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമോ, UDF അധികാരത്തിൽ വരുമോ എന്ന കാര്യത്തിലൊക്കെ മറ്റൊരു അഭിപ്രായമാണ് വെള്ളാപ്പള്ളി പറയുന്നതെങ്കിലും ഇപ്പോൾ KC വേണുഗോപാലിനൊപ്പം നിൽക്കുക, തർക്കമുണ്ടെങ്കിലും KCയെ അഭിനന്ദിക്കുന്നു. പക്ഷേ VD സതീശനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് മാറുന്നുമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിലുണ്ടാകുന്ന നേതൃത്വ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കങ്ങൾ അകത്ത് നടക്കുമ്പോഴാണ് അതിന് ഇന്ധനം നൽകുന്ന തരത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഉണ്ടാകുകയും ചെയ്യുന്നത്. സതീശനെ പരിപൂർണമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ KC വേണുഗോപാലിന് അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ നിലപാട് വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായിട്ടും അത്ഭുതകരമായ ഒരു നിലപാട് എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം, ഈ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും വെള്ളാപ്പള്ളി നടേശൻ KC വേണുഗോപാലിനെ ഏത് രീതിയിലാണ് ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ്. എല്ലാ കാലത്തും KC വേണുഗോപാൽ അതിനെ അതിശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും വളരെ കടന്ന രീതിയിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അത് മാറ്റുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. അത് നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാനും കഴിയില്ല. കാരണം KC വേണുഗോപാൽ ഇപ്പോൾ ആരാകും ഒരുപക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഈ കോൺഗ്രസിനുള്ളിൽ വലിയൊരു വടംവലി നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു വിരുദ്ധ, അതായത് ഒരു KC വിരുദ്ധനായ ഒരാളുടെ ഭാഗത്തു നിന്ന് KC വേണുഗോപാലിന് മാർക്ക് വീണത് എന്നുള്ളതാണ് സത്യം. KC വേണുഗോപാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള ഒരാളായി താൻ കാണുന്നത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാൽ മാത്രമാണ്. സംഘടനാ രംഗത്ത് K മുരളീധരനാണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ അത് KC വേണുഗോപാലാണ് താൻ പരിഗണിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മാത്രമല്ല, ഇങ്ങനെ നിന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മലയാളിയായ ഒരാൾ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ആളായി മാറുക എന്നുള്ളത് അഭിനന്ദനാർഹം തന്നെയാണ്. അണികൾ KCക്കൊപ്പം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഇത്തരത്തിൽ ഒരു UDF ഒരു വിജയത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു KCയുടെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു പരിഗണനയാണോ ഇത് ഇത്തരത്തിലൊരു തീരുമാന മാറ്റത്തിന് അല്ലെങ്കിൽ അഭിപ്രായ മാറ്റത്തിന് എന്ന് പറയാം. പക്ഷേ വെള്ളാപ്പള്ളി അങ്ങനെയാണ്, പലപ്പോഴും തുറന്നടിച്ച് വിമർശിക്കാറുണ്ട്. ചില കാര്യങ്ങളെ അദ്ദേഹം വളരെ വ്യക്തമായി അംഗീകരിക്കേണ്ട കാര്യങ്ങളെ വ്യക്തമായി തുറന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതേ സമയം തന്നെ VD സതീശനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയും മഞ്ഞ് ഉരുകിയിട്ടില്ല, അത് അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം VD സതീശനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. ഒരു മരപ്പെട്ടി പോലും VD സതീശനോടൊപ്പം ഇല്ല എന്ന് പരിഹസിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ആനയെ പോലെ വന്നു, ഇപ്പോൾ എലിയെ പോലെ ഇരിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ്. ഇത്ര മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ ബഹുമാനമോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മാന്യതയോ ആ രീതിയിൽ മറ്റ് സഹപ്രവർത്തകരോട് വെച്ച് പുലർത്തുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അതിരൂക്ഷമായി തന്നെ VD സതീശനെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ VD സതീശന്റെ വിഷയം പറയുമ്പോൾ തന്നെ, അതായത് സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയാണ് സതീശന്റെ പ്രവർത്തികൾ എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയാണ് VD സതീശൻ പെരുമാറുന്നത് എന്നുള്ളതാണ്. അതാണ് അയാളുടെ ചിന്ത എന്നുള്ള രീതിയിൽ VDക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ വെള്ളാപ്പള്ളി VD സതീശനെ ആക്രമിക്കുമ്പോൾ, ആ രീതിയിൽ പറയുമ്പോൾ, എന്നാൽ KC വേണുഗോപാലിന് ഒരിക്കലുമില്ലാത്ത രീതിയിൽ ഒരു പച്ചക്കൊടി വീശുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ രീതിയിൽ KC അഭിനന്ദിച്ചുകൊണ്ട് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഒരുപക്ഷെ നമുക്ക് നേരത്തെ അറിയാം, ഈ തർക്കങ്ങൾ രൂക്ഷമായ സമയത്ത് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വന്നിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ UDFനകത്ത് അല്ലെങ്കിൽ അത്തരം ചർച്ചകളില്ല എന്ന് അവരുടെ മേൽ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഉപരിസമിതിയുടെ അഭിപ്രായം വരുന്നു. അത്തരം ചർച്ചകളുടെ പ്രാധാന്യം ഇപ്പോൾ കേരളത്തിലില്ല എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉടലെടുത്താൽ, അങ്ങനെ ഒരു സാഹചര്യത്തിന് സാധ്യതയില്ല എന്ന് വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിന് 100% മാർക്കിട്ടുകൊണ്ട് അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിലൊരു സാഹചര്യം ഉടലെടുത്താൽ അതിൽ അനുയായികളുള്ള
കഴിവ് തെളിയിച്ച KC വേണുഗോപാൽ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുമ്പോൾ മാറി വരുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടി അതിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിമർശനം വെള്ളാപ്പള്ളി ഉന്നയിക്കുകയും ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടം പൊതുപരിപാടികൾ സജീവമായതടക്കമുള്ള കാര്യങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചാലും അത് പൊന്തൂവലായി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് എന്ന് വെള്ളാപ്പള്ളി അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. ഒപ്പം തന്നെ പണ്ട് ഇതൊന്നുമല്ലായിരുന്നു കോൺഗ്രസിൻ്റെ അവസ്ഥ. സ്ത്രീകളെ വഞ്ചിച്ചാൽ അയൽപ്പക്കത്ത് കൂടി, അല്ലെങ്കിൽ സ്ത്രീകളെ വഞ്ചിച്ചാൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അയൽപ്പക്കത്ത് കൂടി പോയാൽ പോലും കോൺഗ്രസിൻ്റെ പടിയുടെ വാതുക്കൽ പോലും അത് എത്തി നിൽക്കാൻ അത്തരം ആളുകൾക്ക് കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് രാഹുലിനെ വിമർശിച്ചുകൊണ്ട് VD സതീശൻ രാഹുലെ വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ശബരിനാഥിൻ്റെ വിഷയമടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശബരിനാഥിനെ പോലെ ഒരു A ക്ലാസ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്, അതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ പരിതാപകരമായ അവസ്ഥ കൊണ്ടാണ് എന്നുള്ള വിമർശനമാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ BJP അധ്യക്ഷന് അദ്ദേഹം കൂടുതൽ മാർക്ക് നൽകുന്നു. രാജീവ് ചന്ദ്രശേഖർ മികച്ച അധ്യക്ഷൻ എന്നുള്ള രീതിയിലുള്ള രാജീവ് ചന്ദ്രശേഖറിനുള്ള കയ്യടി അടക്കമുള്ള കാര്യങ്ങളും ഇതിനകത്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് സംസാരിച്ചത്. ശരണ്യ, കോൺഗ്രസിന് എതിരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല വെള്ളാപ്പള്ളി എങ്കിൽ പോലും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെയുള്ള വിമർശനത്തിൽ അയവ് വന്നിരിക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സന്ദേശമാണെന്ന് വെള്ളാപ്പള്ളി ഇതിനിടയിൽ പറയുകയുണ്ടായി. എന്ത് വൃത്തികേട് ചെയ്താലും തലയിൽ പൊന്തൂവലായി അണിയും. പണ്ട് ഇതല്ലായിരുന്നു കോൺഗ്രസിന്റെ അവസ്ഥ. സ്ത്രീകളെ വഞ്ചിച്ചവരാരും കോൺഗ്രസിന്റെ അയൽപ്പക്കത്തു കൂടി പോകില്ലായിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എന്ത് വൃത്തികേട് ചെയ്താലും കോൺഗ്രസ്സിൽ ആണുകെട്ടവനായാലും പെണ്ണുകെട്ടവനായാലും എന്ത് ചെയ്താലും ഏത് കൊള്ളക്കാരനായാലും ഇതൊന്നും പ്രശ്നമില്ല. അതെല്ലാം തലയിലെ പൊന്തൂവലായി കൊണ്ടു നടക്കുന്നതാണ്. അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് കോൺഗ്രസ് സംസ്കാരം. പണ്ടല്ല അങ്ങനെയൊന്നുമല്ല. ഇതുപോലുള്ള സദാചാര വിരുദ്ധപ്പെടുകയും ഇതുപോലുള്ള സ്ത്രീകളെ വഞ്ചിച്ചിട്ടുള്ള ആളുകൾക്കൊന്നും അയൽവക്കത്തൂടെ പോകാനായിരുന്നു എങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ഇടം കൊടുക്കുന്ന ആളുകൾ ആയി മാറി ഇന്ന് കോൺഗ്രസ് എങ്കിൽ അതൊക്കെയാണ് കോൺഗ്രസിൻ്റെ മൂല്യം എന്ന് പറയും. അവരുടെ സംസ്കാരം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സുകുമാരൻ നായർക്കെതിരെയുള്ള വിമർശനത്തിൽ നിന്നും അയവ് വരുത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളി എന്ന കാര്യം കൂടിയുണ്ട്. സുകുമാരൻ നായർ സമദൂരത്തിൽ നിന്നും ശരിദൂരത്തിലെത്തിയെന്നാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. സർക്കാർ പരിപാടിയിലേക്ക് സുകുമാരൻ നായർ പ്രതിനിധിയെ അയച്ചതിൽ തെറ്റില്ല. അതിന്റെ പേരിൽ ആണിയടിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ആരുടെയും സ്വത്തല്ലെന്നും സമുദായ നേതാവ് മാത്രമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. NSSന്റെ ഇപ്പോൾ നിലപാട് മാറ്റത്തിന് ഒരു കുഴപ്പമില്ല. NSS ഇപ്പോൾ ശരിദൂരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിദൂരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് സമദൂരമായിരുന്നു, ഇപ്പോൾ ശരിദൂരത്തിൽ കൊണ്ടുപോയിരിക്കുന്നത്. എന്തിനാണ് സുകുമാരൻ നായരായിട്ടുണ്ട് എല്ലാവരും കൂടെ കൊണ്ട് പ്രകടനം നടത്തുകയും അദ്ദേഹത്തിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കാൻ അദ്ദേഹം ചെയ്തപ്പോൾ അവിടെ ഒരു സമ്മേളനം നടത്തപ്പോൾ അവരുടെ പ്രതിനിധിയായിട്ട് ഒരാളെ അയച്ചതാണ്. അടുത്ത് എന്താ തെറ്റ്? ഒരു പ്രതിനിധി വന്നു, സർക്കാർ പറഞ്ഞിട്ട് ഞാനും പോയ ആളാണ്. പോയി അവിടെ നടന്നൊരു സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ഉടനെ സുകുമാരൻ നായരെ ഉടനെ നേരെ ആണിയടിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ആരുടെ ഒരു സ്വകാര്യ സ്വത്തല്ല അദ്ദേഹം സമുദായത്തിൻ്റെ നേതാവാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവും വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നു. അയ്യപ്പനെ എടുത്തുകൊണ്ടു പോകാത്തത് കരിങ്കല്ലായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതും കൊണ്ടുപോയരെ. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്നത് കൊള്ളയാണ്. IAS-കാരെ തലപ്പത്ത് വെക്കണമെന്ന് ഫയലുകൾ മന്ത്രിമാരുടെ അടുത്തേക്ക് എത്തട്ടെ എന്നും വെള്ളാപ്പള്ളി ന്യൂസ് 18 പറഞ്ഞു. കോടതി എന്ന് പറഞ്ഞു അത് വളരെ ശക്തമായിട്ട് ഇപ്പോൾ വാസുവിനെ കണ്ടുപിടിച്ച് ഈ പത്തനംതിട്ടക്കാരൻ കള്ളനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, അത് നിങ്ങളാരും കേട്ടോ? പരമകള്ളൻ എന്ന് പറഞ്ഞാൽ അയാൾ ഭൂമിക്ക് ഉറുമ വെച്ചവൻ്റെ കൂതിക്ക് ഉറുമ വെച്ച കള്ളനാണ് പത്മകുമാർ. ഇപ്പോൾ തെളിഞ്ഞല്ലേ അത്? അന്ന് പലർക്കും പരിഭവമായിരുന്നല്ലേ അതിനോട്. അയാൾ ആളെ ശരിയല്ലെന്ന്. ഇതിനകത്ത് പല ശരികേടും കയറുന്നുണ്ട്. ഈ രാഷ്ട്രീയ അഭയാർത്ഥികൾക്ക് കയറാനും മെനകാടാനും ആശ്രയിക്കാനും അവസരം കൊടുക്കാൻ പാടില്ല ദേവസ്വം ബോർഡുകളിൽ. അതുകൊണ്ടാണ് ഈ ബോർഡെല്ലാം പിരിച്ചുവിടണമെന്ന്. ബോർഡ് പിരിച്ചുവിട്ടിട്ട്
IAS വെക്കി, എന്നിട്ട് ഫയലെല്ലാം മന്ത്രിയുടെ കയ്യിലേക്ക് ചെല്ലട്ടെ. ഞാൻ ചില നിർദ്ദേശമൊക്കെ വെച്ചല്ലോ, അത് ഗവൺമെൻറ് സ്വീകരിക്കട്ടെ. ഈ അഴിമതി ഇല്ലാതാകട്ടെ. അഴിമതി ഈ സംവിധാനത്തിൽ ഇന്നും ഉണ്ടാകും, നാളെ ഉണ്ടാകും അഴിമതി. സ്വർണ്ണപ്പാളി പോയി അയ്യപ്പനെ എടുത്തുകൊണ്ട് പോകാത്തത് കരിങ്കല്ലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും എടുത്തുകൊണ്ട് പോകാനാ. ശരണ്യ സ്നേഹത്തിലേക്ക് വീണ്ടും. ശരണ്യ, NSSനെതിരെ പലപ്പോഴും പരോക്ഷമായിട്ട് വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി. ഈ സ്വന്തക്കാരെ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റും, മറ്റുള്ളവരെ വലിച്ചു താഴെയിടാൻ നോക്കും. അങ്ങനെ ഈഴവരെ അധികാര കസേരകളിൽ നിന്നൊക്കെ ഇറക്കിയത് NSSന്റെ അടക്കം NSSന്റെ തലപ്പത്തുള്ളവരുടെ നീക്കത്തിന്റെ ഭാഗമായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് മാസങ്ങൾ പോലും ആയിട്ടില്ല. അപ്പോഴേക്കും വീണ്ടും ഒരു മയപ്പെട്ട ഒരു സമീപനത്തിലേക്ക് കടക്കുന്നു. G. സുകുമാരൻ നായർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അത് ആ സമുദായ സമവാക്യങ്ങളിലും വെള്ളാപ്പള്ളി അയവ് വരുത്തുകയാണ് എന്നുകൂടിയാണ്. ഹൈന്ദവ ഐക്യം എന്നുള്ള നിലപാട് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ഒന്നാണ്. അത്തരത്തിലൊരു ഹൈന്ദവ ഐക്യം ഇല്ലാത്തതാണ് അത്തരത്തിൽ ഒരു സാമുദായിക പ്രത്യേകിച്ച് SNDPയും NSSും പോലുള്ള സാമുദായിക സംഘടനകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഭിന്നിച്ചു നിൽക്കുന്നതാണ് അത്തരം ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ കാരണം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശൻ്റെ ബദ്ധശത്രുവായി എല്ലാ കാലത്തും പരസ്പരം പോരടിച്ചിരുന്ന ആളുകളാണ് NSS അധ്യക്ഷനായിട്ടുള്ള NSS സുകുമാരൻ നായരും ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും. എന്നാൽ അത്തരം കാര്യങ്ങൾ നേരത്തെ KC വേണുഗോപാലിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അയ്യപ്പ സംഗമത്തോട് പങ്കെടുത്തതിന് ശേഷം പിന്നീട് ഉണ്ടായ ഒരു മാറ്റമാണ് ഇപ്പോൾ നമുക്ക് ശ്രദ്ധേയമായി തോന്നുന്നത്. അതായത് അത്തരത്തിൽ ഒരു സുകുമാരൻ നായർ എന്ന് പറയുന്നത് നമുക്കറിയാം, NSS നേരത്തെ എടുത്തൊരു നിലപാട് സമദൂരം എന്നുള്ളൊരു നിലപാടാണ് അവർ പ്രത്യക്ഷത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ പോലും കുറെ കൂടി UDF ചായ്വ് അവർ വെച്ച് പുലർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സാഹചര്യം മാറിയിട്ടുണ്ടോ എന്ന് സംശയം ജനിക്കും വിധമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്തരത്തിലുള്ള ഇപ്പോൾ സുകുമാരൻ നായരെ NSS നേതൃത്വത്തെ അല്ലെങ്കിൽ സുകുമാരൻ നായരെ പിന്തുണച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. വെള്ളാപ്പള്ളി പറഞ്ഞൊരു വരി ഇതാണ്, അതായത് സുകുമാരൻ നായർ ഇപ്പോൾ സമദൂരത്തിൻ്റെ പാതയിലല്ല, മറിച്ച് ശരിദൂരത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മാത്രമല്ല, അങ്ങനെ ഒരു സർക്കാർ പരിപാടിയിലേക്ക് ഒരു പ്രതിനിധിയെ അയച്ചതിന് പിന്നിൽ അദ്ദേഹത്തിന് നേരെ ഇത്രയധികം ഒരു ആക്രമണം നടത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വാക്കുകളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ സുകുമാരൻ നായർക്കെതിരെ അതിൻ്റെ പേരിൽ ആണിയടിക്കുന്നത്, അതായത് ഒരു പ്രതിനിധി അയച്ചതിൻ്റെ പേരിൽ സുകുമാരൻ നായർ അങ്ങനെ ഒരു നിലപാട് കൈക്കൊണ്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നേരെ ആണിയടിക്കാൻ നടക്കുന്നത് ശരിയായ കാര്യമല്ല എന്നുള്ളതാണ്. അദ്ദേഹം ആരുടെയും സ്വത്തല്ല, ഒരു സമുദായ നേതാവാണ് എന്ന് മാത്രമാണ് അത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ കൂടി വെള്ളാപ്പള്ളി പറയുന്നു എന്നുള്ളതാണ്. നേരത്തെ KC വേണുഗോപാലിനെതിരെ നമുക്ക് പറഞ്ഞ വാക്കുകൾ നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു മാറ്റത്തിലേക്കാണ് NSSുമായുള്ള സമീപനത്തിൽ ഇപ്പോൾ ഈ SNDP നേതൃത്വത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പ്രത്യേകിച്ച് എല്ലാ കാലത്തും പോരടിക്കുകയും വിമർശിക്കുകയും പരസ്പരം വിമർശിക്കുകയും ചെയ്ത സുകുമാരൻ നായരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി പരസ്യ നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് NSSനകത്ത് മാറി വരുന്ന രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയൊക്കെയോ പ്രതിഫലനമാണ് എന്ന് തന്നെ പറയാനിരിക്കാം. എന്തായാലും ആ ഒരു ശത്രുത അല്ലെങ്കിൽ ആ ഒരു അകൽച്ചയുടെ അളവ് അത് കുറയുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡുകളുടെ വിഷയത്തെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഇടതുപക്ഷം ഏറ്റവും അധികം ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്ന വിഷയമാണ് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ആ സംഭവത്തിനകത്തും അദ്ദേഹം പക്ഷേ ദേവസ്വം ബോർഡിനെതിരെ അതിരൂക്ഷമായ വിമർശനം വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ദേവസ്വം ബോർഡുകളിൽ നടക്കുന്നത്, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് കൊള്ളയാണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ദേവസ്വം ബോർഡുകളെ പിരിച്ചുവിടണം, അത് എത്രയും വേഗം ദേവസ്വം ബോർഡുകളെ പിരിച്ചുവിടാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യം കൂടി വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നു. അഡ്മിനിസ്ട്രേഷനിലുള്ള കൃത്യമായ ഇടപെടലില്ലായ്മയാണ്, അതിൻ്റെ കൃത്യതയില്ലായ്മയാണ് ഇത്തരം ഒരു കൊള്ളയ്ക്ക് വഴിവെക്കുന്നത് അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ ദേവസ്വം ബോർഡുകളുടെ എല്ലാം തലപ്പത്ത് IAS ഉദ്യോഗസ്ഥന്മാരാണ് വരേണ്ടത്. ബോർഡുകൾ എന്നുള്ള സംവിധാനത്തെ പിരിച്ചുവിട്ടുകൊണ്ട് IAS ഉദ്യോഗസ്ഥർക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതല നൽകണം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്,
വളരെ രൂക്ഷമായ ഒരു വിമർശനമായിരുന്നു. അതായത് ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹം അത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് മാത്രമാണ് എടുത്തുകൊണ്ട് പോകാത്തത്, അല്ലെങ്കിൽ എപ്പോഴേ അയ്യപ്പനെയും കടത്തിയേനെ എന്നുള്ള ഒരു കടന്ന ഒരു വിമർശനം കൂടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പലർക്കും ആശ്രിതരായ പലർക്കും ഇടം കൊടുക്കാനുള്ള വേദിയായി ദേവസ്വം ബോർഡുകളെ സർക്കാർ ഉപയോഗിച്ചു വരുന്നു എന്നുള്ള വിമർശനം കൂടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.